ഹായ് ഓൾ, എഡുസൈക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എഡുസൈക്കിൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് ഇതെന്താണ്? ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് നമ്മൾ സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ് എന്നും പറയും. ആക്ച്വലി ഇതെന്തായിരിക്കും സംഭവം? ഈ സിമ്പിളായ സാധനങ്ങളെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ഇടയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? മെഷർമെൻറ്റ് എന്നുള്ളൊരു സാധനമൊക്കെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറയുമ്പോൾ ചിലർക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അല്ലേ? അങ്ങനെയുള്ള കുറേ കൺസെപ്റ്റ്സാണ് നമ്മുടെ സൈക്കോളജിയിലുള്ളതും അല്ലേ? ഒട്ടുമിക്ക ടോപ്പിക്സുകളും നല്ല സിമ്പിളാണ്, പക്ഷെ അത് സിമ്പിളായതുകൊണ്ട് തന്നെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളൊരു ഇതാണ് ലെവൽസ് ഓഫ് മെഷർമെൻറ്റിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ് അതല്ലെങ്കിൽ ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾസിനൊക്കെ നമ്മളൊരു കുറച്ച് വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂസിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്, ആ വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ള അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അതല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ടെത്തി തരാനുള്ള അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മളുടെ സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ്, വെയ്റ്റ്, അതല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആണോ സാഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ റേറ്റ് ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ എക്സാമ്പിൾ ഓഫ് മെഷർമെൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ബേസിക്കലി ഒരു 4 ടൈപ്സ് ഓഫ് സ്കെയിൽസ് ഓഫ് മെഷർമെൻ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു ഡിഗ്രി ലെവലിൽ ആരും ഇങ്ങനെ അതിൻ്റെ ഒരു പ്രൊപ്പോസ് ചെയ്ത ആളെ നമ്മൾ പറയണതൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. സ്റ്റുഡൻസ് അങ്ങനെ പഠിക്കണതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ആക്ച്വലി അത് പറയുന്നത് നല്ലതാണ്. സ്റ്റാൻലി സ്റ്റീവൻസ് ആണ് നമ്മുടെ ഈ 4 ടൈപ്സ് ഓഫ് സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ് പറഞ്ഞിരിക്കുന്നത്, പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 4 ടൈപ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ ആൻഡ് റേഷ്യോ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്. ഇനി നമുക്കിത് ഓരോന്നും എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, നോമിനൽ സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ്. ഇതെന്ന് പറയുന്നത് ഒരു കാറ്റഗറിക്കൽ റെപ്രസെൻറ്റേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കാറ്റഗറിക്കൽ വേരിയബിൾ സ്കെയിൽ. ഇതൊരു ലോവസ്റ്റ് ഫോം ഓഫ് മെഷർമെൻ്റ് ആണ്. ഇതിൽ ഇതൊരു ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ നോമിനൽ സ്കെയിൽ യൂസ് ചെയ്യണത്. അല്ലാണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന കാറ്റഗറിയുടെ ഒരു ന്യൂമറിക്കൽ ഡിഫറൻസ് മനസ്സിലാക്കാനൊന്നും നോമിനൽ സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യില്ല. ആകെ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നെയിംസ് ആൽഫബറ്റിക് ഓർഡറിൽ വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടീനെ റെപ്രസെൻ്റ് ചെയ്തൊരു രജിസ്റ്റർ നമ്പർ, മാരിറ്റൽ സ്റ്റാറ്റസ്, ഇതെല്ലാമാണ് നോമിനൽ സ്കെയിലിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. ദാറ്റ് മീൻസ് കാറ്റഗറിക്കൽ റെപ്രസെൻറ്റേഷൻ. ഈ നമ്പർ എന്ന് പറയുന്നത് ഈ കുട്ടീനെ സൂചിപ്പിക്കുന്നതാണ് എന്നുള്ള നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു കാറ്റഗറിക്കൽ റെപ്രസെൻറ്റേഷനാണ് നോമിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്. ഇതെന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഫോം ഓഫ് മെഷർമെൻ്റ് ആണ്. ഇവിടെ സിംപ്ലി നമ്മൾ ഒരു ഓർഡർ വൈസ് നമ്മൾ വേരിയബിളിനെ കാറ്റഗറൈസ് ചെയ്യാണ്. അല്ലാണ്ട് ഓരോ വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നുള്ളതൊന്നും നമ്മൾ നോക്കില്ല. ജസ്റ്റ് ഒരു റാങ്കിങ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റാങ്ക് കിട്ടുന്നത്, സോഷ്യോ എക്കണോമിക്സ് സ്റ്റാറ്റസ്, ഇതെല്ലാം നമുക്ക് ഓർഡിനൽ സ്കെയിലിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഇതൊരിക്കലും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഇൻ്റർവൽ സ്കെയിൽ ഇതിനില്ല. അതായത് ഇപ്പോൾ റാങ്ക് വെച്ച് നമ്മൾ നോക്കാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് റാങ്കിന് കിട്ടിയിരിക്കുന്ന മാർക്ക് ഔട്ട് ഓഫ് 10 9 ആണ്. സെക്കൻഡ് റാങ്ക് വരുമ്പോൾ അത് 8 ആണ് ടോട്ടൽ മാർക്ക്. സെക്കൻഡ് റാങ്ക് കിട്ടിയിരിക്കുന്ന കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് 10ൽ 8 ആണ്. തേർഡ് റാങ്ക് വന്നിരിക്കുന്ന ആൾക്ക് 5 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തമ്മിലുള്ള ഡിഫറൻസ് അല്ല സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും തമ്മിൽ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് ഒരു ഫിക്സഡ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഇതിനില്ല. പകരം നമ്മൾ എന്താണ്, റാങ്ക് വൈസ് നമ്മൾ തിരിക്കുന്നു. ആ ഒരു ഓർഡർ വൈസ് നമ്മൾ തിരിക്കുന്നതാണ് ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് നമ്മൾക്ക് കമ്പാരിസണിന് വേണ്ടിയിട്ട് നല്ല ഒരു സ്കെയിലാണ് ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. വേരിയബിൾസ് തമ്മിലുള്ള കമ്പാരിസൺ മനസ്സിലാക്കാനായിട്ട് നമുക്ക് എളുപ്പം ഓർഡിനൽ സ്കെയിൽ വഴി നമുക്ക് സാധിക്കും. തേർഡ് വൺ ഈസ് ഇൻ്റർവൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ്. തേർഡ് ഫോം ഓഫ് മെഷർമെൻ്റ് ആണ്. ഇതിലെന്താണ്, മറ്റേ നോമിനൽ ആൻഡ് ഓർഡിനൽ സ്കെയിലിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും വരും. പ്ലസ് എന്താണ്, ഇവിടെ ഒരു മീനിങ് ഫുൾ ആൻഡ്
ഈക്വൽ ഡിഫറൻസ് ആണ് ഉണ്ടാവുക വേരിയബിൾസ് തമ്മിൽ. നേരത്തെ ഓർഡിനൽ എന്തായിരുന്നു, റാങ്ക് വൈസ് മാത്രം നമ്മൾ ജസ്റ്റ് തിരിക്കുകയായിരുന്നു ആ ഒരു ഓർഡറിൽ, റാങ്ക് 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവർ തമ്മിൽ ഈക്വൽ ഡിഫറൻസ് ആയിരുന്നില്ല ഓരോ വേരിയബിൾസും തമ്മിൽ. ഇവിടെ വരുമ്പോൾ ഇൻ്റർവൽ സ്കെയിലിൽ വരുമ്പോൾ റാങ്ക് ഇപ്പോൾ 0 to 5, പിന്നെ 25 to 30, ഇതൊക്കെ തമ്മിൽ എങ്ങനെയാണ് 5 5 വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഈക്വൽ ഇൻ്റർവെല്ലാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആൻഡ് ഈക്വൽ ആയിരിക്കും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആർബിട്രറി 0 ആണ് ഇവിടെ ഉള്ളത്, അല്ലാണ്ട് അബ്സല്യൂട്ട് 0 അല്ല ഉള്ളത്. ആർബിട്രറി 0 എന്ന് പറയുന്നത് എന്താണ്, സംതിങ് ഈസ് ദർ അല്ലേ. ഇപ്പോൾ 0 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും അതിനെന്തൊരു മെഷർ അവിടെ ഉണ്ട്, അതിനൊരു മീനിങ് ഉണ്ട് അവിടെ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ കറണ്ട്, ടെമ്പറേച്ചർ, IQ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ 0 ഡിഗ്രി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു സംതിങ് ഈസ് ദർ അല്ലേ, അതിനൊരു മെഷർ ഉണ്ട് അവിടെ. അല്ലാണ്ട് 0 എന്ന് പറയുമ്പോൾ ഒരു ആർബിട്രറി 0 എന്ന് പറയുന്നത് ഒരിക്കലും 0 എന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്നുള്ളൊരു മീനിങ് അല്ല. അതാണ് ഈ ആർബിട്രറി 0യും ആബ്സല്യൂട്ട് 0യും തമ്മിലുള്ള വ്യത്യാസം. ആബ്സല്യൂട്ട് 0 എന്ന് പറയുമ്പോൾ 0 എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ആർബിട്രറി 0 എന്ന് പറയുമ്പോൾ 0 ആണെങ്കിലും സംതിങ് ഈസ് ദർ. മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ സ്കെയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണെങ്കിലും ഇപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പോൾ നമ്മളൊന്ന് കുഴപ്പിക്കാനായിട്ട് ചോദിക്കുന്ന പോലെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. അപ്പോൾ അത് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇൻ്റർവൽ സ്കെയിലിൽ ആർബിട്രറി 0 ആണ് ഉള്ളത്. റേഷ്യോ സ്കെയിലിൽ എന്താണ്, ഹയസ്റ്റ് ഫോം ഓഫ് മെഷർമെൻ്റ് ആണിത്. ഇവിടെ എല്ലാ പ്രോപ്പർട്ടീസും വരും, ഇൻ്റർവൽ സ്കെയിലിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും വരും. പിന്നെ എന്താണ്, ഇവിടെ അബ്സല്യൂട്ട് 0 ആണ് ഉള്ളത്. 0 എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഒന്നുമില്ല. മനസ്സിലായോ? ഇവിടെ സെയിം ന്യൂമറിക്കൽ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ്റർവൽ സ്കെയിലിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവുമെന്ന്. അപ്പോൾ അതും നിങ്ങൾക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്ലസ് പ്രസൻസ് ഓഫ് അബ്സല്യൂട്ട് 0 പ്രത്യേകം എടുത്ത് പറയുക. പിന്നെ റേഷ്യോ സ്കെയിലിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എന്തെല്ലാം പറയാം, മെഷർമെൻറ്റ് ഓഫ് ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ്, ഹാർട്ട് ബീറ്റ്, ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ആക്ച്വലി പ്രോപ്പർട്ടീസ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. ഇത് നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഇപ്പോൾ ലെവൽസ് ഓഫ് മെഷർമെൻ്റ് ആണ് ചോദിച്ചെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഒരു ഇൻട്രോ പറയാം. അത് കഴിഞ്ഞിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് മെഷർമെൻറ്റ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ മെഷർമെൻറ്റ് പ്രോപ്പർട്ടീസും പറയാം. ബേസിക്കലി 4 പ്രോപ്പർട്ടീസാണുള്ളത്: ഐഡൻറ്റിറ്റി, മാഗ്നിറ്റ്യൂഡ്, ഈക്വൽ ഇൻ്റർവൽ ആൻഡ് അബ്സല്യൂട്ട് 0. ഇതിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഞാൻ ഓരോന്നും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു യുണീക്ക് മീനിങ് ഉണ്ടാവും. ഓരോ വാല്യൂക്കും ഓരോരോ മീനിങ് ആയിരിക്കും, ഓരോന്നിനും യുണീക്ക് മീനിങ് ഉണ്ടെന്ന് പറയുന്നതാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മറ്റൊന്നുമായിട്ട് നമ്മൾ ഒരു കാര്യത്തിൻ്റെ ഓർഡേർഡ് റിലേഷൻഷിപ്പ് പറയുകയാണ്. അതാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മൾ നേരത്തെ ഓർഡിനലിൽ പറഞ്ഞ പോലെ റാങ്കിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ നമ്മൾ മറ്റൊരു കാര്യത്തിനായിട്ട് നമ്മളിങ്ങനെ ഓർഡേർഡ് റിലേഷൻഷിപ്പ് പറയുന്നതിനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് പ്രോപ്പർട്ടി ഓഫ് മെഷർമെൻറ്റ് പറയുന്നത്. ഈക്വൽ ഇൻ്റർവൽ എന്തായിരിക്കും, നമ്മൾ ഇൻ്റർവൽ സ്കെയിലിൽ പറഞ്ഞു അല്ലേ, ഓരോ വേരിയബിളും തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വൽ മീനിങ് ആയിരിക്കും ഉണ്ടാവുക. അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് അവിടെ ഒന്നും ഇല്ല എന്നുള്ളൊരർത്ഥം. സംതിങ് ഈസ് ദർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് 0 അല്ല, ആർബിട്രറി 0 ആണ്. അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് അവിടെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഞാനൊരു ബോക്സ് ഇവിടെ വെക്കാൻ കാരണം നമ്മുടെ ഓരോ സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റും ഏതൊക്കെ പ്രോപ്പർട്ടീസിലാണ് വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ടേബിൾ വെച്ചത്. അപ്പോൾ ഇത് ഫസ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മെഷർമെൻറ്റ് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 4 ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് പറയാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനൊരു ടേബിളും കൂടെ വരച്ച് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ നോമിനൽ സ്കെയിലിൽ എന്താണ്, മാഗ്നിറ്റ്യൂഡ് പ്രസൻസ് ഇല്ല, ഈക്വൽ ഇൻ്റർവെൽ ഇല്ല, അബ്സല്യൂട്ട് 0 ഇല്ല. ഓർഡിനലിൽ വരുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതായത് റാങ്ക് വൈസ് നമ്മൾ പറയുന്നു. പക്ഷെ അതെന്താണ്, ഈക്വൽ ഇൻ്റർവെല്ലിലല്ല, ആബ്സല്യൂട്ട് 0യും അവിടെ ഇല്ല.
ഇൻ്റർവെല്ലിൽ പറയുമ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് പറയുന്നുണ്ട്, ഓരോന്നിനും ഈക്വൽ മീനിങ് ആണെന്ന് പറഞ്ഞു, യുണീക്ക് മീനിങ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഈക്വൽ ഇൻ്റർവെല്ലാണ്. അബ്സല്യൂട്ട് സീറോ ഇല്ല, പകരം അവിടെ എന്താണ് ആർബിട്രറി സീറോ ആണല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് റേഷ്യോയിൽ എന്താണ് ഓൾ പ്രോപ്പർട്ടീസും വരുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, പ്രസൻസ് ഉണ്ട്, ഈക്വൽ ഇൻ്റർവെല്ലാണ്, ആബ്സല്യൂട്ട് സീറോ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവൽസ് ഓഫ് മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഇപ്പം നമ്മളൊരു ചെറിയ ഗ്യാപ്പിന് ശേഷം മെഡൂസയ്ക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമ്മളത് ട്രൈ ചെയ്യും മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. ഓക്കെ, എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു.